ഈ ഭാഗത്ത് വാഹനങ്ങൾ പരിസരത്ത് നിന്നും അൽ അമീൻ ചേരുന്നുണ്ട്. അൽ അമീൻ, നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്, ശാന്തമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തീപിടുത്തമുണ്ടായ ഗോഡൌണിന് സമീപത്ത് ഒരു വീട്ടിലാണ്. ആ വീട്ടിനകത്തേക്കും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പല വസ്തുക്കളും അവിടെ കത്ത് നശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മയും മകനും താമസിച്ചിരുന്നു. തീ പടർന്ന സാഹചര്യത്തിൽ തന്നെ അവരിവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വർക്ക്ഷോപ്പൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ, അത് നിയന്ത്രിക്കാനാകാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ അപകടത്തിൻ്റെ തോത് ഈ രീതിയിലാകുമായിരുന്നില്ല. കാരണം അത്രത്തോളം തിങ്ങിപ്പാർത്ത കെട്ടിടങ്ങളും വീടുകളും ആൾതാമസവും വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണ്. അവരെയൊക്കെ പെട്ടെന്ന് മാറ്റാനായി എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ഘടകം. ഈ പരിസരത്തുള്ള ആളുകളൊക്കെ പലരെയും മറ്റിടങ്ങളിലേക്ക് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ വീട്ടിനകത്തൊക്കെ കാണാം. അതിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ നേരത്തെ തീപിടിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഉള്ള വർക്ക്ഷോപ്പിലൊക്കെ ആ രീതിയിൽ നേരിയ തോതിലുള്ള തീപിടുത്തമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിസരത്തുണ്ടായിരുന്ന ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോവുകയും ചെയ്യാം. ചേട്ടാ, ഇവിടെ തന്നെ താമസിക്കുന്നതാണോ? അല്ലല്ല, ഞാൻ താമസം വേറെ സ്ഥലത്താണ്. ഞങ്ങൾ ആ തീ വർക്ക്ഷോപ്പ് നമ്മുടെ പണിയെടുത്തുന്ന വർക്ക്ഷോപ്പ് നേരത്തെ ഞങ്ങൾ 1 മണിയൊക്കെ ഇവിടുന്ന് പോയത്. ശബരിമല വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. 1:45 കത്തിയത് ഈ തൊട്ട് പുറയിലാണ് കത്തി പിടിച്ച് കത്തി കയറിയായിരുന്നു. പക്ഷെ അത് കത്താനുള്ള സാഹചര്യം ഒന്നുമില്ല ഇവിടെ. അവിടെ പേപ്പറും കാര്യങ്ങളാണ് കിടന്നിരുന്നത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഒരു 2:15 എത്തിയത്. വർക്ക്ഷോപ്പിൻ്റെ അവസ്ഥ എന്താ? ഒരുപാട് വർക്ക്ഷോപ്പിൻ്റെ അവസ്ഥ ഇതിങ്ങനെ കത്തി റൂഫൊക്കെ പോയി മൊത്തം. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. ഇപ്പോൾ മൊത്തം ആ ഭാഗം മൊത്തം പോയി. ഈ ഭാഗം മൊത്തം പോയി. ടൂൾസുകൾ, വാട്ടർ ടാങ്ക് മൊത്തം കത്തിപ്പോയി. 2 വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. ആ ഭാഗത്ത് തീ വന്നു. ഇപ്പോൾ പുക വരുന്നുണ്ടില്ലേ, ആ ഭാഗത്തായിരുന്നു കത്തുണ്ടായത്. അപ്പോൾ നിന്നാണ് കത്തിയും കയറിയത്. പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചേനല്ലേ? നിയന്ത്രിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു 9 പേര് മരണം പറ്റുന്നത്. ആ സമയത്ത് അതിനകത്ത് പണിക്കാർ അതിൻ്റെ ബിൽഡിങ്ങിന് 2ാം നില കിടന്ന് ഉറങ്ങുന്നത് അവരറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഞങ്ങൾ ചെന്ന് ഗേറ്റ് ഒക്കെ പൊളിച്ച് കയറി പറയുമ്പോഴത്തേക്ക് അവരിറങ്ങി പോന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കത്തി ഞാൻ കയറി അങ്ങോട്ട്. അതാണ് കൂടുതൽ കത്തിയത്. പിന്നെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ ആക്രി സിലിണ്ടർ ആയിരുന്നു അല്ലേ? അല്ല, പാചകത്തിനുണ്ട്. അത് പിന്നെ എടുത്ത് മാറ്റി. ഫയർഫോഴ്സുകാർ വന്നപ്പോൾ തന്നെ എല്ലായിടത്തും പോലീസുകാർ പൊട്ടിത്തെറിച്ച എന്ന് പറഞ്ഞാൽ ആക്രി സിലിണ്ടർ ആയിരിക്കും. അത് കാലി സിലിണ്ടറായിരുന്നു, കഴിഞ്ഞ സിലിണ്ടറായിരുന്നു. ബാക്കി സിലിണ്ടർ തേവരയിലെ പോലീസുകാരും ഈ ഫയർഫോഴ്സുകാരോട് എടുത്ത് എല്ലാം ഓക്സിജൻ സിലിണ്ടറൊക്കെ എടുത്ത് പുറത്ത് മാറ്റി. വീട്ടിലെ സിലിണ്ടറും എല്ലാം ഈ തേവരയിലെ SI ചെറസാറും ഞാനും ഇവിടെ കയറിയിട്ടാണ് ഞങ്ങൾ എടുത്ത് മാറ്റിയതൊക്കെ. അതാണ് ആ ദുരന്തം ഉണ്ടായില്ല. അത് പഴുത്തുപോയി. നമ്മൾ എടുത്ത് പക്ഷേ മാറ്റി, പൊട്ടിയില്ല. എടുത്ത് ഞങ്ങൾ പിന്നെ റോഡ് സൈഡിലോട്ട് എടുത്ത് വെച്ച്. ശരി, ഈ പറഞ്ഞതുപോലെയാണ് ഒരു മതിലിനപ്പുറത്താണ് ഈ വർക്ക്ഷോപ്പും വീടുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മതിലിനപ്പുറത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. നമുക്ക് കാണാം ആ പുകയും ചുരുളുമൊക്കെ ഉയരുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായതും അവിടെ നിന്നാണ് ഇങ്ങോട്ട് വ്യാപിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് തടഞ്ഞു നിർത്താനായി എന്നുള്ളതാണ്. അത് മറികടന്ന തീ ഇങ്ങോട്ട് വരികയോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ അത് കാലി സിലിണ്ടറാണ്, ആക്രി സിലിണ്ടറുകളാണ്. ഈ നിറഞ്ഞുള്ള സിലിണ്ടറുകളുണ്ടായിരുന്നു, വീടുകളിലെ മറ്റും സിലിണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ പൊട്ടിത്തെറിച്ചെങ്കിൽ തൊട്ടടുത്താണ് റെയിൽവേ ഗേറ്റുള്ളത്. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതും ട്രെയിൻ കടന്നു പോകുന്നതും തൊട്ടടുത്തു കൂടിയാണ്. സ്വാഭാവികമായും അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകാമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഒഴിവായി എന്നുള്ളതാണ് നമുക്ക് ഏറെ ആശ്വാസകരമായ ഒരു സാഹചര്യം എന്നതിൽ സംശയമില്ല. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ഈ പരിസരത്തൊക്കെ നമുക്ക് കാണാം. ഈ തൊട്ടടുത്തുണ്ടായിരുന്ന തെങ്ങൊക്കെ കരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തൊട്ടടുത്തുണ്ട വർക്ക്ഷോപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങളെയും ഒക്കെ റൂഫും അവിടുത്തെ ഷീറ്റുമൊക്കെ കത്തി നശിച്ച ദൃശ്യങ്ങളും കാണാം. ഇതെല്ലാം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പം തൊട്ടടുത്തു കൂടിയാണ് ഈ സൗത്ത് പാലം കടന്നു പോകുന്നത് നമുക്ക് കാണാം. അവിടെ നിരവധി ആളുകളും വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. രാത്രി ആയതുകൊണ്ട് തന്നെ അത്രത്തോളം വാഹനങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ എന്നാൽ പോലും ഗതാഗതം തുടർച്ചയായുള്ള ഒരു സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെട്രോ ലൈനുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആളുകൾ ഇടപഴകുന്ന, ആളുകളുടെ സാന്നിധ്യം സ്ഥിരം ഉണ്ടാകാറുള്ള ഒരു സ്ഥലം കൂടിയാണ്, ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. നമുക്ക് കാണാം വർക്ക്ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് ബഹുനില കെട്ടിടങ്ങൾ, അത് താമസ സ്ഥലവും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇടതൂർന്ന് കെട്ടിടങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ആൾവാസവും ഒക്കെ ഉള്ള ഒരു പ്രദേശത്താണ് ഈ തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ അപകടകരമായ ഒരു സാഹചര്യം. അതും അർദ്ധരാത്രിയിൽ ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലുണ്ടായ തീപിടുത്തം. അത് ആളുകളെ അറിയിച്ച് മാറ്റുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് പെട്ടെന്ന് അനുഭവപ്പെടും. പക്ഷേ പെട്ടെന്നുള്ളൊരു ഇടപെടലും ആ അർത്ഥത്തിൽ വിവരം അറിയിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റും എത്തി കാര്യക്ഷമമായുള്ളൊരു ഇടപെടലിലൂടെ വലിയൊരു അപകടം തടയാനായി അല്ലെങ്കിൽ നിയന്ത്രിക്കാനായി എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു സാഹചര്യം. നമ്മളിപ്പോൾ കയറുന്നത് ആക്രി ഗോഡൌണിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ്. ഇവിടേക്കൊക്കെ ഇപ്പോഴും ചാക്കിൽ കെട്ടി നിരവധി വസ്തുക്കൾ, പേപ്പർ വസ്തുക്കൾ ഉൾപ്പെടെ പല സാധനങ്ങളും ഇപ്പോഴും ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്കൊന്നും തീ പടർന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വെച്ചത് നിയന്ത്രിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ ഒരു സാഹചര്യം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ കെടുത്തുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തത്.
ശ്രമിച്ചത്. അത് വിജയിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, നേരത്തെ നമ്മോട് സംസാരിച്ച പ്രദേശവാസി പറഞ്ഞതുപോലെ ആ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലും ആൾവാസമുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റാനായതും അപകടത്തിൻ്റെ തോത് കുറച്ചു. ഏതെങ്കിലും തരത്തിലൊരു ആളപായമോ ഒരു പോറലോ പോലും ഇല്ലാതെ, പൊള്ളലോ പോലും ഇല്ലാതെ, ആളുകൾക്ക് ഒരു തരത്തിലുള്ള അപകടവും പരിക്കുമില്ലാതെ ആളുകളെയൊക്കെ അവിടെ ഒഴിപ്പിക്കാനായി എന്നുള്ളതും ആശ്വാസകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അത് എടുത്തു പറയേണ്ടതാണ്. തൊട്ടടുത്തുള്ള ആളുകളെയും സമീപവാസികളെയും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകളെയും ഒക്കെ മാറ്റാനായി ഇവിടെയുള്ള വർക്ക്ഷോപ്പിലുള്ള വാഹനങ്ങൾ, അതിലും ഈ പറഞ്ഞതുപോലെ തീ പടർന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ധാരാളമുള്ള സാധനങ്ങളും വസ്തുക്കളും ഒക്കെയാണ്. അതെല്ലാം ഒഴിവാക്കാനായി എന്നുള്ളതാണ്. ഈ തീ കത്തുന്നത് ഒരു ഭാഗത്ത് ഉണ്ട്. അത് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീ കത്തുന്നതിൻ്റെ ആഴവും അതിൻ്റെ തോതുമൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ അത് ഒഴിവാക്കിയതിന് ശേഷമാണ് തീ കെടുത്തുന്ന നടപടികളിലേക്ക് കടന്നത്. അല്ലെങ്കിൽ സമാന്തരമായി തന്നെ ഒരേ തരത്തിലും ആ തീ കെടുത്തുന്നതിനോടൊപ്പം തന്നെ തീ വ്യാപിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് അത്തരം വസ്തുക്കളൊക്കെ മാറ്റുന്നതിനുള്ള ഇടപെടലുകളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ബുദ്ധിമുട്ടാണെങ്കിൽ അതുവഴി പോട്ടെ, അത് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്തൊക്കെ പുകച്ചുരുളുകൾ ഉയരുന്നത് നമുക്ക് കാണാം. അതുവഴി പോകാം. നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന അടുത്തുകൂടി അകത്തേക്ക് കയറി പോകുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മറ്റൊരു വഴിയിലേക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ എത്തിക്കാം. വീണ്ടും മഴ കനക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ മഴ ഏതെങ്കിലും തരത്തിൽ അവിടെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾക്ക് മഴ ഒരു തരത്തിലും ബുദ്ധിമുട്ടാകില്ല. എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ അതൊരു അനുഗ്രഹവുമാണ്. കാരണം തീ കെടുത്തുന്നതിനും ഉയർന്നുകൊണ്ടിരിക്കുന്ന പുകച്ചുരുളുകളൊക്കെ ഇല്ലാതാക്കുന്നതിനും ഒരു പരിധിവരെ സഹായകമാണ്. ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മഴ പ്രതിസന്ധിയാകില്ല എന്നുള്ളത് ആകില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭാഗം പിന്നിടുകയും ചെയ്തിരിക്കുന്നു. തീ ഏതാണ്ട് പൂർണ്ണമായും എന്ന് തന്നെ നമുക്ക് പറയാം നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന വേസ്റ്റുകൾക്കകത്ത്, അവശിഷ്ടങ്ങൾക്കകത്ത് നിന്ന് പുകച്ചുരുളുകൾ ഇങ്ങനെ ഉയരുന്നു എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ ഈ പുക ഇങ്ങനെ പുകഞ്ഞു പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും അത് വലിയൊരു തീപിടുത്തത്തിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായതുപോലെ വലിയൊരു ആശങ്കയുടെ സാഹചര്യത്തിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം നിലവിലില്ല. പക്ഷേ എന്നാൽ പോലും വിഷലിപ്തമായ പദാർത്ഥങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ തീയും ആ പുകയും പൂർണ്ണമായും കെടുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. JCB വന്ന് ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ മാറ്റി അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയൊരു ദൗത്യം അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ വലിയൊരു ഭാഗം പൂർത്തിയായിരിക്കുന്നു. അതും ആശ്വാസകരമായി ആളുകളൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ആളുകളൊക്കെ ഉണർന്ന് വരുന്നതിന് മുമ്പ് തന്നെ ആ ദൗത്യം ഏതാണ്ട് പൂർത്തിയാക്കാനായി എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ഘടകം. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അപകടമുണ്ടാകുന്നു, മറ്റു സാഹചര്യങ്ങളും മറ്റു പരിസര പ്രദേശങ്ങളിലെ മറ്റ് സാഹചര്യങ്ങളും മറ്റു സ്ഥിതിവിശേഷമൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ആ തീ ഒന്ന് ആളിപ്പടരുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പാളിച്ച ഉണ്ടാവുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ അപകടത്തിൻ്റെ ചിത്രം ഈ രീതിയിലായിരിക്കുമായിരുന്നില്ല. അത് വലിയ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു ദുരന്ത വാർത്തയിലേക്കൊക്കെ പോകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ പലതുണ്ടായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൾവാസമുള്ള പ്രദേശങ്ങളായിരുന്നാലും, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ സാന്നിധ്യമായിരുന്നാലും, റെയിൽവേ ട്രാക്കിൻ്റെ സാന്നിധ്യമായിരുന്നാലും, ഒപ്പം മേൽപ്പാലത്തിൻ്റെ സാന്നിധ്യമായിരുന്നാലും, മെട്രോ പാലത്തിൻ്റെ സാന്നിധ്യമായിരുന്നാലും, ട്രാൻസ്ഫോമറുകൾ ഒരുപാടുണ്ട്. അത്തരത്തിൽ ഒന്ന് പൊട്ടിത്തെറിച്ചാലോ ചെറിയൊരു സ്പാർക്ക് വീണാലോ തീ ആളിപ്പടരാൻ സാധ്യതയുണ്ടായിരുന്ന, തീ വ്യാപിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഘടകങ്ങൾ നിരവധിയാണ്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ അതിനെ പിടിച്ചു നിർത്താനായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു സാഹചര്യം. എന്ന് മാത്രമല്ല, ഈ അപകടം ഉണ്ടാകുമ്പോൾ തന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങുകയായിരുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു പോറൽ പോലും പറ്റാതെ അവരെയൊക്കെ മാറ്റാനും സമീപത്തുള്ള ആളുകളെയൊക്കെ വീടുകളിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ മാറ്റാനൊക്കെ ആയി എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരുപക്ഷേ ഈ ആളുകളെയൊക്കെ മാറ്റിയില്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരുക്കോ പോറലോ പൊള്ളലോ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഈ പുക ശ്വസിച്ചുണ്ടാകുമായിരുന്ന ബുദ്ധിമുട്ടുകൾ അനവധിയാണ്. അതിലേക്ക് പോകാതെ ആളുകളെ മാറ്റാനായി എന്നതൊക്കെയാണ് ഇതിലേറ്റവും അനുകൂലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. നമുക്കിപ്പോഴും കാണാം ഈ തീപിടുത്തമുണ്ടായ ഭാഗത്തുനിന്ന് പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റും അതുപോലെ തന്നെ ആസ്പെറ്റോ ഷീറ്റും ഒക്കെ നിരവധിയുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ നേരത്തെ മുതലേ മഴ പെയ്യുന്നുണ്ട്. ആ മഴവെള്ളം നേരെ ഇവിടെ തന്നെ വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളം വന്ന് വീണ് പൂർണ്ണമായും തീ കെടുത്തിയിട്ട് പോലും ആ പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. അത്തരത്തിലാണ് അതിൻ്റെ ഉൾഭാഗത്തും നല്ല രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. മറുഭാഗത്ത് നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ പുകച്ചുരുളുകൾ ഇപ്പോഴും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനകത്ത് ഈ പറയുന്ന അവശിഷ്ടങ്ങൾക്കടിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള മറ്റ് വസ്തുക്കളോ വീണ്ടും ഈ പുകച്ചുരുളുകൾ ഇങ്ങനെ നിന്നാൽ കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും തീ പിടുത്തത്തിന് സാധ്യത വലിയ രീതിയിൽ പോകുമെന്നുള്ളതല്ല. പക്ഷേ എന്നാലും അതങ്ങനെ നിൽക്കും. അതുകൊണ്ട് അത്തരം സാധ്യത കൂടി അത്തരം സാഹചര്യം കൂടി അവസാനിപ്പിക്കുക, അതുകൂടി ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം